നമുക്കൊരു ചക്കക്കുരു വറുത്തരച്ച് കറി വെക്കാം കേട്ടോ. അതിനായിട്ട് ഞാൻ കുറച്ച് ചക്കക്കുരു എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലിയൊന്നും കളയണ്ട കേട്ടോ. വളരെ ഔഷധ ഗുണമുള്ളതാണ്. എന്നിട്ട് നമുക്ക് കുക്കറിലേക്ക് ചക്കക്കുരു ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഉപ്പിൽ പറ്റിയ ചെമ്മീൻ ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഇഞ്ചിയും പച്ചമുളകും ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിനാവശ്യമായ ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ടൊരു വിസിലടിക്കാൻ നമുക്ക് വെക്കാം. പിന്നെ നമുക്ക് വേണ്ടത് 1 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ മസാലപ്പൊടി. ഇത്ര നമുക്ക് ആവശ്യമാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഒരു മുറി തേങ്ങയുണ്ട്. അത് നമുക്ക് ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ അതിനകത്തേക്ക് വെള്ളം പറ്റി വരുമ്പോൾ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് ബ്രൗൺ കളറാകുമ്പോൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന മസാലക്കൂട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് കരിഞ്ഞു പോകാത്ത രീതിയിൽ അതൊന്ന് ചൂടാക്കിയെടുക്കുക. എന്നിട്ട് നമുക്കത് മിക്സിയുടെ ജാറിൽ അടിച്ചെടുത്തിട്ട് നമുക്ക് അത് ചക്കക്കുരുവിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇച്ചിരി ചൂടുവെള്ളത്തിൽ ജാറ് കഴുകിയെടുക്കുക കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് കടുക് പൊട്ടിക്കുക. എന്നിട്ട് 2 വറ്റൽമുളകും ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഉള്ളിയും വെളുത്തുള്ളിയും വേപ്പിലയും ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അത് നല്ലപോലെ മൂപ്പിച്ച് കഴിയുമ്പോൾ ചക്കക്കുരു കറിയിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. വളരെ ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. ഇത്രേ ഉള്ളൂ ഇതിൻ്റെ പണി.